ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നലെ എൻ്റെ സമ്മർ ക്യാമ്പിൻ്റെ ഫിനാലെ ആയിരുന്നു ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവർക്കും ഈ മെഡലും സർട്ടിഫിക്കറ്റും പിന്നെ നമ്മൾ ആ സമ്മർ ക്യാമ്പിൽ ചെയ്ത ത്രെഡ് വർക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് കിട്ടിയ മെഡലാണ്. ഇതിനകത്ത് വേനൽത്തുമ്പി ക്യാമ്പെന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ ബഹ്റൈൻ പ്രതിഭ VP എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റും കിട്ടിയായിരുന്നു. സർട്ടിഫിക്കറ്റ് ഇതാണെങ്കിൽ 4th ജൂലൈയിലാണ് തുടങ്ങിയത്, അവസാനിച്ചത് 5th ഓഗസ്റ്റിൽ. കുറച്ച് ദിവസമായിരുന്നു ഗൈസ് ഉള്ളൂ, പക്ഷെ നല്ല ഫണ്ണായിരുന്നു ഗൈസ്. ഡയറക്ടർ നമ്മുടെ സാറ് പ്രവീൺ സാറാണ്. സാറാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്നതായിരുന്നു ഗൈസ്. നമ്മുടെ ഒപ്പമൊക്കെ കളിച്ചു. സാറ് പറഞ്ഞു എങ്ങനെയൊക്കെ ചെയ്യണ്ടേന്നൊക്കെ. പെട്ടെന്ന് ഇങ്ങനെ സമ്മർ ക്യാമ്പ് തീർന്നുകൊണ്ട് ഒരു മിസ്സിങ് ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ അവിടെ നിന്ന് ഞാൻ ചെയ്ത ത്രെഡ് വർക്കാണ്. അവരാണെങ്കിൽ ഈ ഫ്രെയിമിൽ ഇട്ട് തന്നതാണ്. ഇവിടെ എൻ്റെ സബ്ജക്റ്റ് ഓരോരുത്തർക്ക് വേറെ വേറെ സബ്ജക്റ്റ് ആയിരുന്നു ഗൈസ്. എൻ്റെ സബ്ജക്റ്റ് ഫിഷായിരുന്നു. അപ്പം ഞാൻ ഫിഷ് ഈ ത്രെഡ് വെച്ച് ഗമ്മും ഇതെല്ലാം വെച്ചിട്ട് ചെയ്തു. ഭയങ്കര ഹാർഡാണ് ഗൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ കാണാൻ നല്ല രസമില്ല ഗൈസ്. അപ്പം ഇനി നമുക്കാണെങ്കിൽ ഇന്ന് നമുക്ക് സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി വരച്ചാലോ. അപ്പം നമുക്ക് സുഭാഷ് ചന്ദ്രബോസിനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഞാൻ പറയാം. അപ്പം സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രധാന നേതാവായിരുന്നു. അപ്പം അദ്ദേഹത്തിന് നേതാജി എന്നായിരുന്നു ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ 2 പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കാണെങ്കിൽ അദ്ദേഹത്തെ വരച്ചാലോ. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ പിക്ചറാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്കൊന്ന് വരച്ച് തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് 5 പോലെ വരയ്ക്കാം ഗൈസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഫസ്റ്റ് 5 പോലെ വരയ്ക്കാം. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ ഇവിടെ 5 വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഗൈസ്, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാണ്. 2 സർക്കിള് വരയ്ക്കാം. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ കണ്ണ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഗൈസ്, ഇനി ഈ കണ്ണിൻ്റെ താഴെയും അതിൻ്റെ ചിന്നിൻ്റെ മുകളിലും 2 ഡോട്ട്, പിന്നെ കണ്ണിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഡോട്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാനിവിടെ ഡോട്ട് വരച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഇതുപോലത്തെ തന്നെ ഒരു ഫേസ് വരച്ചിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് ബോഡി വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കോളറ് പോലെ ഞാൻ ഇതിൻ്റെ അകത്ത് വരച്ചിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചിട്ടുണ്ട് ഗായ്സ്. ഇത്രയും വരച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഗൈസ്, ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ വലിയ ഡ്രോറൊന്നുമല്ല, എന്നാലും നമ്മുടെ നേതാജി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പം ഞാനൊരു ഹെഡിങ് എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ ഔട്ട്ലൈനും ചെയ്തിട്ടുണ്ട്, ഷെയ്ഡിങ്ങും ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു മെസ്സേജ് എഴുതിയിട്ടുണ്ട്. വായിക്കണമെങ്കിൽ വായിക്കാം കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഇതിൻ്റെ താഴെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് വരയ്ക്കാം കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഇന്ത്യൻ ഫ്ലാഗ് വരച്ചിട്ടുണ്ട്. സൂപ്പറാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.